ഇതാണ് ഖെയ്ൻസ്ബോഗ് അവന്യൂ. ആക്ച്വലി ലിറ്റിൽ ഇൽഫോർട്ട് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അത് തന്നെയാണ് പാർക്ക്. ഈ ഒരു പാർക്കൊന്ന് കണ്ടിട്ട് വരാം, കാരണം കാണാൻ മാത്രം തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചപ്പ് ചവറുകളാണ് മൊത്തത്തിലെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഇവിടെ ഉണ്ടുള്ള സകലമാന മരങ്ങളിലെ ഇലയൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. മഞ്ഞുകാലം ആയി. അതെ, അപ്പോൾ ഈ നല്ല ഭംഗിയുള്ള ഈ പറയുന്ന എല്ലാ ഇലകളും പോയിട്ട് വേണം അവിടെയൊക്കെ മഞ്ഞ് കയറി പിടിക്കാൻ. സോ കാവ്യഭാഗത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: മഞ്ഞിനെ വരവേൽക്കാൻ ഇലകൾ വഴിമാറുന്നു. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായത്. സിനിമകളിലും ആ ഒരു അതുപോലെ വിൻഡോസിൽ, അതായത് നമ്മുടെ വാൾപേപ്പറിലൊക്കെ കാണുന്ന ആ സെയിം ഇതിലാണത് കിടക്കുന്നത്. കണ്ട ആ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലത്തെ സെയിം ക്ലാരിറ്റി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിലും നല്ലൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേയും പോവാം. പക്ഷെ നേരെ പോവാം. നേർവഴിയാണ് നല്ലത്. ചെറുതായിട്ടൊന്ന് വളഞ്ഞു വഴി പിടിക്കാം. വെറുതെ എപ്പോഴും നേർവഴിക്ക് പോയിട്ട്. ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്, നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിപ്പൂ എല്ലായിടത്തും കിടക്കണ പോലെയാണ് ഇവിടെ ഈ പറയുന്ന റോസാപ്പൂ കിടക്കുന്നത്. എല്ലായിടത്തും ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഈ റോസാപ്പൂ. പക്ഷെ എല്ലാം നല്ല ഭംഗിയുള്ളതാട്ടോ. നല്ല ഭംഗിയുള്ള റോസാപ്പൂ. എല്ലാം വലിയ റോസാപ്പൂ, ചെറിയ റോസാപ്പൂ. ഇവിടെ ചെമ്പരത്തിപ്പൂ കിടക്കുന്ന പോലെയാണ് റോസാപ്പൂ കിടക്കുന്നത്. അപ്പുറത്ത് ആരോ കിടന്ന് ഫ്രഞ്ച് അടിക്കുന്നുണ്ട്. അതൊക്കെ പക്ഷെ വീഡിയോയിൽ പുറത്താനോ നോക്കാനോ പറ്റാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പോൾ തിരിഞ്ഞ് നോക്കണില്ല. ഇതിൽ കുറച്ച് ഭംഗിയുള്ളൊരു കാര്യം, ഈ ഇല വീണിട്ട് പല പല കളറാണ്. എന്നിട്ട് ഇല വീണ് ആ ഒരു നല്ല രസമാണ്. ഈ ചുമല നിറമുള്ള ഇലയൊക്കെ വീണ് ഇവിടെ സത്യത്തിൽ ചുമലയായി. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ വ്യത്യാസമാണ്. ഇവിടെ മഞ്ഞയും പച്ചപ്പും ചേർന്നിട്ടുള്ള അത് വീണ് ഇങ്ങനെയായി. ഇവിടെ ചുമലയുണ്ട്. അത് പിന്നെ അയൽവാസികളായതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും പോകുമല്ലോ. പിന്നെ ഇത് ആരെങ്കിലും വെട്ടി നിർത്താണോന്ന് അറിയത്തില്ല. വന്ന കാലം മുതൽ ഇതിൻ്റെ ലെങ്ത് ഇത്രയേ ഉള്ളൂ. നേരിട്ടാണ് നല്ല ഭംഗി. പിന്നെ ഇത് അവിടെ കപ്പിളായതുകൊണ്ട് അധികം എടുത്ത് അടി വാങ്ങി കൂട്ടുന്നില്ല. ഇവിടെ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പിള്ളേർക്ക് ചുമ്മാ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല. ആക്ച്വലി ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉള്ളതാണ്. ഇവിടെ അല്ല, ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് കൂടുതലുള്ള. അതായത് ഒരു ഫിസിക്കൽ എക്സസൈസിനും കൂടി പറ്റുന്ന രീതിയിലാണ് കൂടുതലും.
അല്ലാണ്ട് ചുമ്മാ തീട്ടണ സാധനം സീസോ പിന്നെ അതുപോലെ തന്നെ ഊഞ്ഞാൽ മാത്രമല്ല, അല്ലാത്ത പാർക്കുകളാണ് അതും. അതല്ലാണ്ടും നല്ല ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. മീൻസ് തീട്ടണ സാധനം ഉണ്ട്, പിന്നെ പേരെന്താന്നൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളാണ് ഇങ്ങനത്തെ. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ തീട്ടണത് മാത്രമല്ല, ഇവിടെ തീട്ടണതാണ് കൂടുതൽ. ആ പയ്യനെ ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം വേറൊരാളുടെ പ്രോപ്പർട്ടിയിലുള്ള മനുഷ്യനെയും സാധനവും നമുക്ക് ഫോക്കസ് ചെയ്യാനൊന്നും പാടില്ല വരുന്നത്. ഹായ്, സംസാരിക്കാൻ കൂടി പാടില്ലെന്നാണ് പൊതുവെ പറയാറ്. അതുകൊണ്ട് വെറുതെ ഞാൻ ആ വീഡിയോയിൽ എടുക്കുന്നില്ല. അവർ മലയാളിയായിരുന്നു എന്നൊരു ഡൗട്ടുണ്ട്. എന്നെ നോക്കി അയാൾ തിരിച്ചു, വെറുതെ റിസ്ക് എടുക്കണ്ട. ഇപ്പോൾ സമയം ഉച്ച 2:41. പക്ഷേ ഇപ്പോഴും ഇവിടെ ഒരു രാവിലെ എന്നുള്ളൊരു മട്ടാണ്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും. നടക്കാനും ആൾക്കാർ വരുന്നുണ്ട്, കളിക്കാനും ആൾക്കാർ വരുന്നുണ്ട്, ഫുട്ബോളും എല്ലാ തരത്തിലും ഉണ്ടാ. അപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ നിന്ന് ആരും ഒരാൾ ഓടുന്നുണ്ടല്ലോ, എവിടെ കണ്ടോ? ആക്ച്വലി ഇവിടെ എല്ലാ ദിവസവും എല്ലാ നേരവും ജോഗിങ്ങിന് പറ്റിയ സമയമാണെന്ന് പറയാം. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്.